ഹലോ ഗൈസ്, സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആനന്ദ് അറിഞ്ഞു നമ്മുടെ ശ്രീദേവിയുടെ കള്ളത്തരം. അങ്ങനെ തന്നെ നമ്മുടെ ശ്രീദേവിയെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആനന്ദ് ആ ഒരു മനസ്സ് നിലച്ചൊരവസ്ഥയിലാണ് സ്വന്തം വീട്ടിലേക്ക് വന്ന് കയറുന്നത്, അതായത് ദേവമംഗലത്ത് വന്ന് കയറുന്നത്. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും മാറി മാറി ചോദിക്കുന്നുണ്ട്, ആനന്ദ് നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ഇവരെ കൂടാതെ നമ്മുടെ മിത്രയും മീനാക്ഷിയും നമ്മുടെ ആനന്ദ് ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്നത് കണ്ട്, അയ്യോ ആനന്ദേട്ടൻ എന്ത് പറ്റി എന്ന് അവരും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ആനന്ദിനാണെങ്കിൽ ഇവരോടൊന്നും സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റാതെ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്കിരുന്ന് വീർപ്പ് മുട്ടുകയാണ്. നമ്മുടെ ബാലനാണെങ്കിലും നമ്മുടെ ഉദയഭാനുവിന്റെ കള്ളത്തരം പൊക്കിക്കഴിഞ്ഞു. അപ്പൊ ബാലനും ഇത് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ അച്ഛൻ ഒരു ഭാഗത്ത് രഹസ്യങ്ങൾ മൂടി നടക്കുന്നു, അപ്പുറത്ത് നമ്മുടെ മകനും രഹസ്യങ്ങൾ മൂടി നടക്കുന്നു. എന്നിട്ട് നമ്മുടെ ബാലൻ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഉദയഭാനുവിനെ വിളിച്ച് കുറെ ചീത്തയൊക്കെ കുറെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവിയാട്ടോ. ദേവി സ്വന്തം വീട്ടിലിങ്ങനെ അമ്മ ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ദേവി ആ ഫുഡിന് മുമ്പിലിരുന്ന് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പൊ അച്ഛനിങ്ങനെ ആശ്വസിപ്പിക്കാൻ വരുമ്പോൾ അച്ഛന്റെ നേർക്ക് സമനില തെറ്റിയ പോലെ ഇങ്ങനെ കലി അടങ്ങാതെ ദേഷ്യപ്പെടുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയി തീർന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു രംഗങ്ങളെ. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ? നമ്മുടെ മീനാക്ഷിയും ഇത്രയാണെങ്കിലും ഗോമതി ആണെങ്കിലും ഇവിടെ എന്താ സംഭവിക്കാൻ പോണേന്ന് അറിയാതെ അവരും ഭയങ്കരമായിട്ട് ടെൻഷനിൽ നിൽക്കുവാണ്. ഒരു ബോംബ് എപ്പോ വേണമെങ്കിലും പൊട്ടാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ ദേവമംഗലം ഇപ്പോൾ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.